ഹലോ ആസ്പിറൻസ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ പേൾസ് എന്താണെന്നറിയാലോ? നമ്മുടെ മുത്ത്. ഇതിന് നമ്മൾ ടിയർ ഡ്രോപ്സ് ഓഫ് ദ മൂൺ, ജുവൽസ് ഓഫ് ദ സീ എന്നൊക്കെ അറിയപ്പെടും. പേൾ എന്ന പേരെങ്ങനെയാണ് വന്നതെന്നറിയാമോ? പെർണ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് പേൾ എന്ന വാക്കുണ്ടായത്. അതായത് ആദ്യ കാലത്തൊക്കെ ഈ പേൾസ് കാണാൻ ഒരു ലെഗ് പോലെയായിരുന്നു വരുന്നത്. പെർണ എന്ന വാക്കിന് ഫുട്ട് അഥവാ ലെഗ് എന്നാണ് അർത്ഥം. ആ ഒരു പെർണ എന്ന വേർഡിൽ നിന്നാണ് പേൾസ് എന്നൊരു വേർഡ് വന്നത്. ഈ പേൾസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജെം സ്റ്റോൺ ആണെന്ന് അറിയാലോ. ബർത്ത് സ്റ്റോൺ, ജെമിനി അഥവാ സോഡിയാക് സൈൻ ജെമിനിക്കാരുടെ അത് ജൂൺ മാസത്തിൽ ജനിച്ചവരുടെ ബർത്ത് സ്റ്റോൺ ആണ് പാൾ എന്നുള്ളത്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പാൾ ഓയിസ്റ്റേഴ്സ്, മുത്തുച്ചിപ്പികളിൽ നിന്നാണ് നമ്മൾ മുത്തെടുക്കുന്നത്. ഈ നമ്മുടെ ബർത്ത് സ്റ്റോൺസിനകത്ത് ലിവിങ് ക്രിയേച്ചറിൽ നിന്ന് എടുക്കുന്ന ഏക സ്റ്റോൺ ആണ് പേൾസ് എന്ന് പറഞ്ഞാൽ. വളരെ മനോഹരമായ ഷൈനി ഗ്ലോ ഉള്ള നമ്മുടെ ലെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള തിളക്കമുള്ള നമ്മുടെ നാച്ചുറൽ പേൾസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേളിൻ്റെ എങ്ങനെയാണ് ഒരു പേൾ ഓയിസ്റ്ററിനകത്ത് പേൾസ് ഫോം ചെയ്യുന്നത്, എന്താണ് പേൾ ഓയിസ്റ്റർ, ഇനി എങ്ങനെയാണ് അത് കൾച്ചർ ചെയ്തെടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. പേൾ കൾച്ചേഴ്സ്. പേൾ കൾച്ചേഴ്സിനൊക്കെ പറയുന്നതിന് മുമ്പ് എന്താണ് പേൾ എന്ന് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലേ? പേൾ എന്ന് പറഞ്ഞാൽ ഒരു കാൽക്കേരിയഷ്യസ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആണ്. പെക്യുലിയർ ആയിട്ടുള്ള ലസ്റ്ററുള്ള തിളക്കമുള്ള കാൽക്കേരിയഷ്യസ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷനെയാണ് നമ്മൾ പേൾസ് എന്ന് പറയുന്നത്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ബൈവാൾ മോളിക്യൂൾസ് ആയ പേൾ ഓയിസ്റ്റേഴ്സ്. ഓയിസ്റ്റർ ഗ്രൂപ്പ് വരുന്ന പേൾ ഓയിസ്റ്ററുകളാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവയ്ക്ക് ഈ പേൾസിന് ഒരു സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് സെവറൽ ആയിട്ടുള്ള ഓർഗാനിക് ഇനോർഗാനിക് ആയിട്ടുള്ള ലെയേഴ്സ് ഉണ്ട്. സബ്സ്റ്റൻസിൽ ഇതിനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. കെമിക്കലി ഇതിനെ നമുക്ക് ആ ഷൈനിങ് കൊടുക്കുന്ന അതിനെ നമ്മൾ നാക്രേ എന്ന് വിളിക്കും. നാക്രേ, ഈ ഒരു സാധനമില്ലേ ആ ഷൈനിങ് ഉള്ള അതിനെ നമ്മൾ നാക്രേ എന്നാണ് വിളിക്കുന്നത്. നാക്രയുടെ മറ്റൊരു പേരാണ് മദർ ഓഫ് പേൾസ്. ഇതിന് ഈ പേൾസിന്റെ കെമിക്കൽ കമ്പോസിഷൻ ചോദിക്കുകയാണെങ്കിൽ 92% കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആണ് നമ്മുടെ പേൾസിനകത്തുള്ളത്. 4% ഓർഗാനിക് സബ്സ്റ്റൻസ്. മെയിൻലി അത് വരുന്നത് കോൺകോറിൽ എന്ന് പറയും. കോൺകോറിലിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒരു കാൽഷ്യസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആൽബിനോയിഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ നമുക്ക് പറയാം. കോൾക്കോളിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽബിനോയിഡ് പ്രോട്ടീൻ നമുക്ക് പറയാം. അല്ല, ആൽബിനോസ് പ്രോട്ടീൻ, ഒരു പ്രോട്ടീൻ. 92% ഇതിനകത്ത് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആണ്. 4% ഇതിനകത്ത് ഓർഗാനിക് സബ്സ്റ്റൻസ് ആയ കോൾക്കോളിനാണ്. അടുത്തത് 4% വെള്ളവും ബാക്കി റെസിഡ്യൂസാണ്. ഇതാണ് മെയിൻലി അതിൻ്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻസ് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ലെയേഴ്സ്, പേൾസിൻ്റെ ലെയേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഉള്ളിലുള്ള ഈ ലെയറിനെ നമ്മൾ 2 തരം പേൾസ് ഉണ്ട് കേട്ടോ. ഫ്രഷ് വാട്ടറിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പേൾസുകളുണ്ട്, അതുപോലെ തന്നെ സോൾട്ട് വാട്ടറിൽ നിന്ന് എടുക്കുന്ന പേൾസ് ഉണ്ട്. ഏറ്റവും ഇന്നർ ആയിട്ടുള്ള അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നമ്മളൊരു പേൾ എടുത്ത് അതിനെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനം നമ്മൾ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനെ നമ്മൾ പറയുന്നത്, സോൾട്ട് വാട്ടർ പേൾസിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കുന്നത് ബീഡ് ന്യൂക്ലിയസ് എന്നാണ്. അതുപോലെ ഫ്രഷ് വാട്ടർ പേൾസുകളുടെ ഇതിനെ വിളിക്കുന്നത് നമ്മൾ ടിഷ്യൂ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. സോൾട്ട് വാട്ടർ പേൾസിൻ്റെ ബേർഡ് ന്യൂക്ലിയസ്, ഫ്രഷ് വാട്ടർ പേൾസിൻ്റെ ടിഷ്യൂ ന്യൂക്ലിയസ്. ഇതിനെ കവർ ചെയ്തുകൊണ്ടുള്ള അടുത്ത ലെയറിനെ നമ്മൾ കോൾക്കോലിൻ ലെയർ, പ്രോട്ടീൻ ലെയേഴ്സ് ആണ്. അതിനെ കവർ കൊണ്ട് ഏറ്റവും പുറത്തുള്ള ആ ഒരു ഷൈനിങ് തരുന്ന ലെയറാണ് നാക്രേ. അത് നിർമ്മിച്ചിരിക്കുന്നത് അരഗൊണൈറ്റ് ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ്. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ലെയേഴ്സ്, പേൾസിൻ്റെ ലെയേഴ്സ്. പേൾസിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്തകത്ത് ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇനി പേൾ ഇൻഡസ്ട്രിയുടെ പിതാവെന്ന് നമ്മൾ അറിയപ്പെടുന്ന ആളാണ് മിക്കിമോട്ടോ കൊക്കീച്ചി. ജപ്പാൻകാരനാണ്. അദ്ദേഹം ആണ് ഫാദർ ഓഫ് പേൾ ഇൻഡസ്ട്രി എന്ന് നമ്മൾ വിളിക്കുന്നത്. പേൾ ഇൻഡസ്ട്രി കൾച്ചർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1894 അത്രയും വർഷം ബാക്ക് 1894 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജപ്പാനാണ് ചീഫ് പ്രൊഡ്യൂസർ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പേൾ കൾച്ചർ ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാൻ. ഓക്കെ, ഇനി നമുക്ക് പേൾ ഓയിസ്റ്ററിന്റെ കുറച്ച് അനാട്ടമി നോക്കാം. എങ്ങനെയാണ് പേൾ ഓയിസ്റ്ററിന്റെ ഉൾവശം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയണ്ടേ? ഇതാണ് നമ്മൾ പേൾ ഓയിസ്റ്ററിനെ തുറക്കുവാണെങ്കിൽ നമുക്ക് 2 വാൾവുകളാണുള്ളത് കേട്ടോ. 2 വാൾവുകളുണ്ട്. ഈ 2 വാൾവിൽ ലെഫ്റ്റ് വാൾവ്, ഇടത്തെ വാൾവ് കുറച്ച് വലുതാണ്.
അതുപോലെ തന്നെ 3 ലെയറുകളുണ്ട്. നമുക്ക് നമ്മുടെ പേൾ ഓയിസ്റ്ററിനെ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ലെയറുണ്ട്. ഏറ്റവും ഔട്ടർ ലെയർ ഒരു പ്രോട്ടീൻ ലെയർ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പെരിയോസ്ട്രാക്കം എന്നാണ് കേട്ടോ. അതൊരു പ്രോട്ടീൻ ലെയറാണ്. രണ്ടാമത്തെ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് പെരിസ്റ്റോമാറ്റിക് ലെയർ, ക്രിസ്റ്റോമാറ്റിക് ലെയർ. മൂന്നാമത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് നാക്രേഷ്യസ് ലെയർ, അത് മദർ ഓഫ് പെൾ ലെയർ. മദർ ഓഫ് പെൾ ലെയർ എന്നാണ്. ഓക്കെ, നോക്കി നമുക്ക് 2 വാൾവുകളാണ് പേൾ ഓയിസ്റ്ററിനുള്ളത്. ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ലെഫ്റ്റ് കുറച്ച് വലുതാണ്. 3 ലെയേഴ്സുകളുണ്ട്. ഏറ്റവും ഔട്ടർ ലെയറിനെ നമ്മൾ പ്രോട്ടീൻ ലെയർ ആണ്, അതിന് പെരിയോസ്ട്രാക്കം എന്ന് വിളിക്കും. രണ്ടാമത്തെ ലെയർ ഉണ്ട് ക്രിസ്റ്റോമാറ്റിക് ലെയർ ഉണ്ട്. മൂന്നാമത്തെ ലെയർ നാക്രേഷ്യസ് ആയിട്ടുള്ള ഏറ്റവും ഔട്ടർ ലെയർ. ഇത് മിഡിൽ ലെയർ ആണ്, ഇത് ഇന്നർ ലെയർ ആണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഏകദേശ അനാട്ടമി ഒന്ന് നോക്കാം. ഇതിന് നമ്മൾ ഗ്രോത്ത് ഫിംഗേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓരോ ഏജ് അപ്പ് ചെയ്യുന്നതോട് ഈ ഫിംഗേഴ്സ് കൂടിക്കൊണ്ടിരിക്കും, ഗ്രോത്ത് ഫിംഗേഴ്സ് എന്ന് വിളിക്കും. ഈ ഒരു പോർഷൻസിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് അഡാപ്റ്റർ മസിൽ എന്ന് പറയും. ഇത് മേജർ മസിലാണ്. നമ്മുടെ ഓയിസ്റ്റേഴ്സിന് നമ്മൾ കാണുന്ന മേജർ ആയിട്ടുള്ള ഒരു മസിലാണ് അഡാപ്റ്റർ മസിൽ. ഇതാണ് നമ്മൾ ഈ തുടക്കാനും അടയ്ക്കാനും, ഈ മസിൽസ് ഇങ്ങനെ തുടക്കാനും അടയ്ക്കാനും ഒക്കെ നല്ല മസിൽസ്, സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് വേണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നൊരു മസിലാണ് അഡക്ടർ മസിൽ എന്ന് പറഞ്ഞാൽ. ഇതൊരു നാച്ചുറൽ മാൻഡിൽ പേളാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പോർഷനെ നമ്മൾ ലിപ്പ് എന്ന് വിളിക്കും. ലിപ്പ് ഇവിടെയാണ് ഗിൽസ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഗിൽസ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു വെളുത്ത കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ നാക്രേ എന്ന് വിളിക്കുന്നത്. അതിനുള്ളിലാണ് മാൻഡിൽ ഉള്ളത്. ഈ ഒരു പോർഷൻ, അത് അഡക്ടർ മസിലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഗൊണാഡ് കാണപ്പെടുന്നത്. ഹേർട്ട് ഉണ്ട്. ഓയിസ്റ്റേഴ്സിന് ബ്രെയിൻ ഇല്ല കേട്ടോ, ബ്രെയിൻ ഇല്ല, അവർക്ക് ബ്രെയിൻ ഇല്ല, അത് ഓർത്തിരിക്കുക. അപ്പം ഇതാണ് മെയിൻലി പേൾ ഓയിസ്റ്റേഴ്സിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോറി, അനാട്ടമി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നാച്ചുറൽ പേൾ ഫോർമേഷൻ, എങ്ങനെയാണ് ഒരു നാച്ചുറൽ പേൾ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പേൾസിനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നാക്രേ സെക്രീറ്റിംഗ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ഇപ്പം മാൻഡിൽ നമ്മൾ കണ്ടല്ലോ, ആ എപ്പിത്തീലിയത്തിനകത്ത് ഒരു നാക്രേ സെറ്റിംഗ് ആയിട്ടുള്ള സെൽസ് ഉണ്ട് പേൾസിന്. ഈ നാക്രേ സെറ്റിംഗ് സെൽസ് തിന്നായിട്ടുള്ള ലാമലയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെയിൻലി അതൊരു വൈറ്റ് അപ്പിയറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇറിസിഡൻസ് അല്ലെങ്കിൽ പ്ലേ ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ പല കളർ, ഈ റെയിൻബോയിൽ നിറം മാറി വരുന്ന പോലെ നമ്മൾ ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ അടിക്കുമ്പോൾ പേൾസിനകത്ത് നമുക്ക് കാണാമല്ലോ, വൈറ്റ്, നമ്മളൊരു പേൾ എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ പല നിറങ്ങൾ അതിനകത്ത് മാറി പറയും. അതിനുള്ള കാരണം ഈ ഒരു നാക്രേ ക്രിസ്റ്റൽസ് അതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ പേൾ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ ഡിഫെൻസീവ് പ്രോസസ്സാണ്. അതൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വർഷങ്ങളെടുത്താണ് ഒരു പേൾ ഓയിസ്റ്ററിനകത്ത് ഉണ്ടായി വരുന്നത്. അപ്പം മെയിൻലി ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് പറഞ്ഞാൽ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോറിൻ ബോഡി നമ്മുടെ പേൾ ഓയിസ്റ്ററിന് ഉള്ളിലേക്ക് കിടക്കും. ഇങ്ങനെ മുത്തുച്ചിപ്പിയാണ്, ഇതിങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് ഒരു ഫോറിൻ ബോഡി കയറുന്നു. ഫോറിൻ ബോഡി എന്ന് പറയുമ്പോഴത്തേനും ഒന്നെങ്കിൽ സാൻഡ് ആവാം, മണൽ തരികളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലിറ്റിൻ്റെ ഒരു പാർട്ട് ആവാം, അല്ലെങ്കിൽ ഇനി പാരസൈറ്റോ മൈക്രോബ്സോ ആവാം, അല്ലെങ്കിൽ പ്ലാങ്ക്ടോണിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഓർഗാൻസ് ആവാം. ഇതെന്തും ഒരു ഫോറിൻ ബോഡി ആയിട്ട് ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ മാൻഡിൽ എപ്പിത്തീരിയം ഈ ഫോറിൻ ബോഡി അങ്ങ് കവർ ചെയ്യും. ഓക്കെ, മാൻഡിൽ എപ്പിത്തീരിയം ഉണ്ട്, അതിനുള്ളിലേക്ക് സാധനം കയറുന്നു, ഫോറിൻ ബോഡി കയറുന്നു, സാൻഡ് എന്തെങ്കിലും കയറുന്നു, അത് കവർ ആവുന്നു. മാൻഡിൽ എപ്പിത്തീരിയം കവർ ആക്കിയിട്ട് ഒരു പേൾ സാക്ക് ഉണ്ടാക്കുന്നു. ആ പേൾ സാക്കിനുള്ളിലാണ് പേൾ ഉണ്ടാകുന്നത്. ഈ പേൾ സാക്കിനുള്ളിലേക്ക് നാക്രേ, അതായത് കോൺസെൻട്രേറ്റഡ് ലെയേഴ്സ് ഉള്ള നാക്രേ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ലെയേഴ്സ് ഹാർഡൻ ആയിട്ട് പേളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വർഷങ്ങളെടുക്കും. ഈ നാക്രേ ലെയേഴ്സിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നാക്രേ ലെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് അടിക്കുമ്പോൾ ഇതിനകത്തൊരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ട് ഒരു തിളക്കം, ഒരു ലസ്റ്റർ ഫീലിംഗ് പേൾസിന് കൊടുക്കുന്നു. ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നാക്രേ ഉണ്ട്, ഒരു ഫോറിൻ ബോഡി ഇതാണ്ട് ഇവിടെ നിന്ന് അകത്തേക്ക് കയറുന്നു. ഇത് മാൻഡിബിൾ റീജിയൻ ആണ്. ഈ അകത്തേക്ക് കയറിയ സാധനം ഉള്ളിലേക്ക് പോകുമ്പോഴത്തേന് ഈ മാൻഡിൽ എപ്പിത്തീലിയം ഇതിനെ കവർ ചെയ്യും. കവർ ചെയ്തിട്ട് ഈ ഒരു ഇൻഡിവിജ്വൽ ആവുന്നു, ഒരു പേൾ അവിടെ ഫോം ചെയ്തു വരുന്നു. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ്
ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി പേൾസിന്റെ കളേഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. പേൾസിന്റെ കളേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേസ് എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പേൾസിന്റെ കളേഴ്സ് പോകുന്നത്. ഇപ്പോൾ സറൗണ്ടിങ് വാട്ടറിൽ ഒരുപാട് ട്രേസ് എലമെന്റ്സ് ഉണ്ട്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു പേളിന്റെ കളർ ഉള്ളത്. ഇപ്പൊ എല്ലാ വാട്ടർ, ഇപ്പൊ ഫ്രഷ് വാട്ടറിലുള്ള ഓയിസ്റ്റേഴ്സിന്റെ കളറല്ല, അവിടെ നിന്ന് കിട്ടുന്ന പേൾ ഓയിസ്റ്ററിൽ നിന്ന് കിട്ടുന്ന പേൾസിന്റെ കളറല്ല മറയിൽ നിന്ന് കിട്ടുന്നത്. കൂടുതലും നമുക്ക് ഈ കോറൽ ഏരിയാസ് ഒക്കെ അല്ലേ, കോറൽ റീഫിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മറൈൻ ആയിട്ടുള്ള ഫിഷ് പേൾ ഓയിസ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന പേൾസിനാണ് കുറച്ചും കൂടെ ഷൈനും കളേഴ്സും കൂടുതലായിട്ട് വരുന്നത്. അപ്പം പ്രധാനമായിട്ടും സോഡിയം, സ്ട്രോണിയം, മാഗ്നീഷ്യം, മാംഗനീസ്, അയൺ, കോപ്പർ, അലൂമിനിയം, സിലിക്കൺ, ബേരിയം, സിൽവർ, ഇത്രയും കോമ്പൗണ്ടുകളാണ് ഇവയ്ക്ക് കളർ കൊടുക്കാൻ സഹായിക്കുന്നത്. ഇപ്പൊ വൈറ്റ്, പിങ്ക്, ഗ്രീൻ, ഗോൾഡൻ ഇങ്ങനൊക്കെ കളർ ഓരോ കോമ്പിനേഷൻ, ഈ ഇത്രയും കോമ്പൗണ്ടുകൾ മറിഞ്ഞ് ഈ എലമെന്റ്സ് ഇങ്ങനെ മാറിയും തിരിഞ്ഞു വരുന്നതനുസരിച്ച് കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഗ്രീന്, വൈറ്റ്, പിങ്ക്, അങ്ങനെ പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ എല്ലാ ട്രേസ് എലമെന്റും ഉണ്ടെങ്കിൽ അത് ഗോൾഡൻ കളർ ആയിരിക്കും കേട്ടോ. എല്ലാ ട്രേസ് എലമെന്റും ഒരേപോലെ തന്നെ അവർക്ക് കിട്ടുവാണെങ്കിൽ അത് ഗോൾഡൻ കളറിലേക്ക് മാറും. വൈറ്റ് പേൾസ് ആണെങ്കിൽ അതിനകത്ത് നമ്മുടെ അയണ്, കോപ്പർ, അലൂമിനിയം, സിലിക്കൺ ഇത് കാണത്തില്ല, ബാക്കി എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഡിയം, സ്ട്രോണിയം, മഗ്നീഷ്യം ഇത് ഉണ്ടെങ്കിൽ ഇതിന്റെ മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു ഗ്രീനിഷ് ടിൻ്റാണ്, ഗ്രീനിഷ് കളറൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാവുന്നുണ്ട് ഒരു അക്വയ പേൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള പേൾസ്, ഒരു വൈറ്റിഷ് കളറിലുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ്സിലൊക്കെ പോകുന്നുണ്ട്. സൗത്ത് സീ പേൾസിന്റെ ഒക്കെ കളർ നോക്കി വ്യത്യാസമുണ്ട്. തഹിയൻ പേൾ, ബ്ലാക്ക് പേൾസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കിഷ് കളറിലേക്ക് വരുന്നു. ഫ്രഷ് വാട്ടർ പേൾസ് അല്ലെങ്കിൽ ചൈനീസ് പേൾസിനും കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. മെലോ പേൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓറഞ്ച് ആയിട്ടുള്ള കളറാണ്. അപ്പം ഈ ഒരു കോമ്പിനേഷൻസ് നമ്മുടെ എലമെന്റ്സുകളുടെ, ഇത്ര എലമെന്റ്സ് ആണ് നമുക്കുള്ളത്, ഇത്ര എലമെന്റ്സുകളുടെ ആ ഒരു കോമ്പിനേഷൻ മാറി തിരിയുന്നതനുസരിച്ച് ഡിഫറെന്റ് കളേഴ്സുകൾ പേൾസിന് വരും. ഇനി രണ്ട് തരത്തിലുള്ള പേൾസ് ഉണ്ട്. നാച്ചുറൽ പേൾസ് ഉണ്ട്, അതുപോലെ കൾച്ചർ ചെയ്തിരിക്കുന്ന പേൾസ് ഉണ്ട്. നാച്ചുറൽ പേൾസിനെ കൾച്ചറൽ പേൾസിനെ മാത്രമേ നമ്മൾ ജുവൽസ് ആയിട്ട് കൂട്ടത്തുള്ളൂ കേട്ടോ. നാച്ചുറൽ പേൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ലാതെ നോർമലി നമ്മുടെ ഓയിസ്റ്റേഴ്സിൽ നിന്നും പേൾസ് ഉത്പാദിപ്പിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ പേൾസ് എന്ന് വിളിക്കുന്നത്. കൾച്ചേർഡ് പേൾസ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്തിട്ട്, നമ്മുടെ ഓർഗാനിസത്തിന് ആർട്ടിഫിഷ്യൽ നമ്മൾ ഇംപ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന പേൾസാണ് കൾച്ചേർഡ് പേൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നാച്ചുറൽ പേൾസും കൾച്ചറൽ പേൾസും മാത്രമേ ജെന്യുവൻ ആയിട്ടുള്ള ജുവലറി പേൾസ് ആയിട്ട് നമ്മൾ കൂട്ടത്തുള്ളൂ. ഓക്കെ, അല്ലാതെ ആർട്ടിഫിഷ്യലി അല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മുടെ ലബോറട്ടറീസ് ഒക്കെ ആർട്ടിഫിഷ്യലി മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന പേൾസ് ഉണ്ട്, അതിനൊന്നും അത്ര വാല്യൂ ഇല്ല. നമ്മളെ കുഞ്ഞു പിള്ളേരുടെ മാലകളിലൊക്കെ ഇടുന്ന പേൾസിൽ അതിങ്ങനെ കെമിക്കലി ആർട്ടിഫിഷ്യൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ജസ്റ്റ് ആ ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്തുണ്ടാക്കുന്നതാണ്, അത് അത്രയും വാല്യൂ ഉള്ള അതില്ല. നോർമലി നാച്ചുറലി നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ കൾച്ചേർഡ് ചെയ്ത് നമ്മുടെ ആ ഒരു ലിവിങ് ക്രിയേച്ചർ ആയിട്ടുള്ള ഓയിസ്റ്റേഴ്സിൽ നിന്ന് എടുക്കുന്ന പേൾസ് മാത്രമാണ് വാല്യുബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ജുവലറി പേൾസ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഇതാണ് കൾച്ചേർഡ് പേൾസും നാച്ചുറൽ പേൾസും. വ്യത്യാസമുണ്ട് ചെറിയ രീതിയിൽ, അത് ഷെയ്ഡ്സിനൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ കാണും. ഇനി അടുത്തത് പേൾ ഓയിസ്റ്റേഴ്സിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. പേൾ ഓയിസ്റ്റേഴ്സ് ബിലോങ് ടു ദ ജീനസ് പിങ്ക്ടാഡ ജീനസിലാണ് പേൾ ഓയിസ്റ്റേഴ്സ് വരുന്നത്. മേജർ ആയിട്ടുള്ള മറൈൻ പേൾസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിങ്ക്ടാഡ വൾഗാരിസ്, പി ഫ്യൂക്കേറ്റ, പി മാർഗരിറ്റിഫറ, പി മാക്സിമ, പി ചെമ്നിസി, പി അനാമോയിഡിയസ്, പി ആട്രോപുർപ്പുറേന. പിന്നെ ഇതാണ് മെയിൻലി പിങ്ക്ടാഡ ഫിഷീസിൽ വരുന്ന പിങ്ക്ടാഡ ജീനസിൽ വരുന്ന മറൈൻ ആയിട്ടുള്ള പേൾ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓയിസ്റ്റേഴ്സ്. അതുകൂടാതെ മൊളിസ്കൻസിൽ കുറച്ചെണ്ണം വരുന്നുണ്ട്. ഹലിയോട്ടിസ്, ചെറിയ പെൻഗ്വിൻ, പ്ലാക്കുന പ്ലാസെന്റ, അതുപോലെ പ്ലാക്കുന മാക്സിമ ഇത്രയും വരുന്ന സ്പീഷീസുകളാണ് മറൈൻ ആയിട്ടുള്ള പേൾ ഓയിസ്റ്ററും പഴയ മൊളിസ്കൻസ് എന്നുള്ള പേൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. ഇനി ഫ്രഷ് വാട്ടറിലുണ്ട്, ഫ്രഷ് വാട്ടറിലായിട്ടുള്ള പേൾ ഓയിസ്റ്റേഴ്സ് ഉണ്ട്. ഫ്രഷ് വാട്ടർ പേൾ ഓയിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറച്ച് ഇൻഫീരിയർ ആയിരിക്കും. നമ്മൾ ഫ്രഷ് വാട്ടറിൽ പേൾസിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. ആ കളേഴ്സിനനുസരിച്ചും വ്യത്യാസമായിരിക്കും. യൂറോപ്യൻ ഫിഷായ യൂണിയോ മാർഗരിറ്റിഫെറ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്. അതാണ് എക്സലൻ്റ്ലി ഫ്രഷ് വാട്ടറിൽ നമ്മൾ പേൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രഷ് വാട്ടർ പേൾസ് ആയിട്ടുള്ള രണ്ട് ജനറലാണ് മെയിൻലി ഫ്രഷ് വാട്ടർ പേൾസ് വരുന്നത്, ലാമലിഡൻസും പരാസിയും. ഈ രണ്ട് ജെനസിലാണ് വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വരുന്ന ലാമലിഡൻസ്
മാർജിനാലിസും ഉണ്ട്, കൊറിയാനസ് ഉണ്ട്, കൊറുഗാറ്റ ഉണ്ട്. ഇത് 3 സ്പീഷീസാണ് ഫ്രഷ് വാട്ടറിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫ്രഷ് വാട്ടർ പേൾസും സോൾട്ട് വാട്ടർ പേൾസും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഫ്രഷ് വാട്ടർ പേൾസ് എന്ന് പറയുമ്പോഴത്തേനും മെയിൻലി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ മോളിസ്കൻസ്, ലേക്ക്, റിവർ, പോൺസിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേത് സോൾട്ട് വാട്ടർ ഓയിസ്റ്റേഴ്സ് സീ ഓഷ്യൻസിൽ നിന്നാണ് എടുക്കുന്നത്. ലൊക്കേഷൻ ഫ്രഷ് വാട്ടർ ഓയിസ്റ്റേഴ്സ് കൂടുതലും ഫ്രഷ് വാട്ടർ പേൾസ് നമ്മൾ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈന, ജപ്പാൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. USA, നമ്മൾ അമേരിക്കയിലും ഏഷ്യയുടെ ചെറിയ ഭാഗത്തും കാണാൻ പറ്റും. കൂടുതലും ചൈനക്കാരാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാൾട്ട് വാട്ടർ ലേക്സ് ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ റീജിയൻസിൽ. പ്രൈസിങ് നമ്മൾ നോക്കുമ്പോൾ വളരെ ചീപ്പാണ്, ചീപ്പിലി നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നാച്ചുറലി പക്ഷെ റെയർ ആണ്, നാച്ചുറലി റെയർ ആയിട്ടുള്ള ചില ഫ്രഷ് വാട്ടർ സ്പീഷീസിൽ നിന്നുണ്ടാവുന്ന പേൾസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും. നോർമലി ഫ്രഷ് വാട്ടർ പേൾസ് സോൾട്ട് വാട്ടറിനെ അപേക്ഷിച്ച് ചീപ്പളാണ്. നെക്ലേസ് ഒക്കെ $50 എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ സോൾട്ട് വാട്ടർ പേൾസിൻ്റെ കേസിൽ മോർ എക്സ്പെൻസീവ് ആണ്. പേൾ നെക്ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് $200 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആണ്. ടൈപ്സ് എന്ന് പറഞ്ഞാൽ 2 നമുക്ക് നാച്ചുറലിയും എടുക്കാം, കൾച്ചർ ചെയ്തും എടുക്കാനായിട്ട് പറ്റും. പക്ഷെ കൂടുതലും വാല്യൂ ഉള്ളത് സോൾട്ട് വാട്ടറിലുള്ള പേൾസിനാണ്. അടുത്തത് മംബൈ പേൾസ്. മംബൈ പേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലിസ്റ്റർ പേൾസ് ഉണ്ട്. അതായത് ഹാഫ് പേൾസ് ഉണ്ട്, കൾച്ചർ ചെയ്യുന്ന ഹാഫ് പേൾസുകളെയാണ് നമ്മൾ മംബൈ പേൾസ് അഥവാ ബ്ലിസ്റ്റർ പേൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് മോളിസ്കിൻസിൻ്റെ ഉള്ളിൽ ഷെൽസിലുണ്ടാവുന്ന ഹാഫ് ഷേപ്പിലായിട്ടുള്ള പേൾസുകളാണ് മംബൈ പേൾസ് എന്ന് പറഞ്ഞാൽ. ചെറിയ ന്യൂക്ലിയസ് യൂഷ്വലി നമ്മൾ മദർ ഓഫ് പേൾസ് ഷെൽസിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മൾ കൾച്ചർ ചെയ്ത് ഷെൽസിനകത്ത് നമ്മളത് അറ്റാച്ച് ചെയ്യുന്നു. ഒരു പീരീഡ് ഓഫ് ടൈം അപ്രോക്സിമേറ്റ്ലി ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും അതൊരു പേളായിട്ട് വരും. പക്ഷെ ഇത് ഫുള്ളി റൗണ്ട് ഷേപ്പിലായിരിക്കത്തില്ല. മംബൈ പേൾസ് ചെറിയ ഹാഫ് ഷേപ്പിലായിട്ടുള്ള പേൾസ് ആയിരിക്കുന്നുണ്ട്. ഇതുപോലെ റൗണ്ട് ഷേപ്പിലല്ല ഇരിക്കുന്നത്. ഇത് മെയിൻലി മംബൈ പേൾസ് സോൾട്ട് വാട്ടറിലും ഫ്രഷ് വാട്ടറിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ മോസ്റ്റ് പോപ്പുലർലി ഈ പിങ്ക്ടാഡ മാക്സിമ, ടെറിയ സ്റ്റെർണ, അതുപോലെ ടെറിയ പെൻഗ്വിൻ ഓയിസ്റ്റേഴ്സിൽ നിന്നാണ് മംബൈ പേൾസുകൾ ഉണ്ടാകുന്നത്. ഇത് റിലേറ്റീവ്ലി ഇത് കുറച്ച് അട്രാക്റ്റീവ് ആണ്. കാരണം പകുതിയാണ് നമ്മൾ പെൻഡൻറ്റുകളൊക്കെ ഇല്ലേ, നെക്ക് പീസിൽ ചില പെൻഡൻറ്റുകളിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന റൗണ്ടർ അല്ലാത്ത എന്നാൽ ബോഡിയുടെ പറ്റി കിടക്കുന്ന രീതിയിലുള്ള ഹാഫ് പേളുകളാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് എന്ന് പറയാം. മേ ബി അതൊരു വെറൈറ്റി യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ തരുന്ന ഒരു പേൾസാണ് കേട്ടോ. പേൾ ഓയിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രിഗേറിയസ് ആണ്, സെഡൈൻഡറി ആണ്, അതുപോലെ ബൈവാൾവ് ആയിട്ടുള്ള മൊളിസ്കൻസ് ആണ്. ഇവരുടെ നാച്ചുറൽ കോൺഗ്രേഷൻ, നാച്ചുറലി എല്ലാവരുടെ ആ ഒരു കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നത് പേൾ ബാങ്ക് അഥവാ പേൾ ബഡ് എന്നാണ് കേട്ടോ. അത് ഓർത്ത് വെക്കാം. പേൾ ബാങ്ക് അഥവാ പേൾ ബഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇവരെ നമുക്ക് കാണാൻ പറ്റുന്ന എവിടേക്കാ? റോക്ക് കോറൽ ആയിട്ടുള്ള സബ്സ്ട്രേറ്റത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 20 തൊട്ട് 25 മീറ്റർ ഡെപ്തിൽ നമുക്ക് കാണാം. യൂഷ്വലി ഓഫ് ഷോറിലാണെങ്കിൽ ഒരു 15 തൊട്ട് 20 കിലോമീറ്ററിൽ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് പോകും റോക്കിലൊക്കെ. സിലിയേറ്ററി ഫീഡേഴ്സ് ആണ്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാങ്ക്ടൻസിനെയൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. ഇവർ വർഷത്തിൽ 2 തവണ സ്പോൺ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരുടെ ലാർവ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ലാർവയാണ്. പെഡി വെലിഗർ ലാർവ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇവരുടെ ലാർവയെ വിളിക്കുന്നത് പെഡി വെലിഗർ ലാർവ. ലൈറ്റ്ലി അത് സെറ്റിൽ ആവും. യങ്ങായിട്ടുള്ള ഓയിസ്റ്റേഴ്സിന് നമ്മൾ വിളിക്കുന്നത് സ്പാറ്റ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്പാറ്റ് എന്താണെന്നുള്ളത്. സ്പാറ്റ് എന്ന് പറയുമ്പോൾ യങ് ഓയിസ്റ്റേഴ്സ് നമ്മൾ വിളിക്കുന്നവരാണ് സ്പാറ്റ് എന്നുള്ളത്. അവരുടെ ലാർവയെ നമ്മൾ പെഡി വെലിഗർ ലാർവ എന്ന് വിളിക്കും. ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 5 തൊട്ട് 6 വർഷം വരെയാണ് അവരുടെ ലൈഫ് സ്പാൻ പോകുന്നത്. അഡൽട്ടിന് 90 തൊട്ട് 105 മില്ലിമീറ്റർ സൈസ് വരെ വരും. ഓക്കെ, ഇതാണ് ഏകദേശം ആ ഒരു പേൾ ഓയിസ്റ്ററിൻ്റെ ഒരു ജനറൽ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പേൾ ഓയിസ്റ്ററിനെ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. പേൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ജപ്പാനിൽ 20-ാം നൂറ്റാണ്ടിലാണ് പേൾ കൾച്ചേഴ്സ് അല്ലെങ്കിൽ പേൾ കൾച്ചർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഫാദർ ഓഫ് പേൾ ഇൻഡസ്ട്രി നമ്മൾ നോക്കിയിരുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂക്ലിയസ് ഇല്ലേ, നമ്മുടെ ന്യൂക്ലിയസിനെ ആർട്ടിഫിഷ്യലി ആ ഒരു
നക്രേ സെക്രീഷൻസ്, നമ്മൾ നക്രേ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെക്രീഷനിലേക്ക് ആർട്ടിഫിഷ്യലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യലി. അങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ് മെയിൻലി, അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പൾ. അതായത് ആർട്ടിഫിഷ്യലി നമ്മളൊരു ഫോറിൻ ബോഡി ഇൻഡ്യൂസ് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്തിട്ട് പേൾസിനെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യലി നമ്മൾ പേൾ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പേൾ കൾച്ചർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓയിസ്റ്റേഴ്സിനെ നമ്മൾ കളക്ട് ചെയ്യാം. ഓക്കെ, കളക്ഷൻ ഓഫ് നാച്ചുറൽ പേൾ ബഡിലുകൾ പോയിട്ട് ഓയിസ്റ്റേഴ്സിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. സ്പാറ്റ്, ഇപ്പോൾ എങ്ങായിട്ടുള്ള ഓയിസ്റ്റർ സീഡ്സുകളെ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത് എങ്ങായിട്ടുള്ള ഇതല്ലേ സ്പാറ്റ് ഓയിസ്റ്റേഴ്സിന് നമ്മളൊരു കേജിലോ റോപ്പിലോ സീയുടെ ആ ഒരു എവിടെ നിന്നാണോ കളക്ട് ചെയ്യുന്ന ഒരു അവിടേക്ക് കൊണ്ട് ആദ്യം പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതൊരു കുറച്ചുകൂടെ ഒന്ന് മെച്ചുവർ ആയി കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ടൈനി ഓയിസ്റ്റേഴ്സ്, സ്പാറ്റ് എങ്ങായിട്ടുള്ള ഓയിസ്റ്റേഴ്സ് ആയി കഴിയുമ്പോൾ അതിനെ നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നോർമലി ഇങ്ങനെയാണ് മെത്തേഡ് ചെയ്യുന്നത്. റോപ്പിലോ കേജസിലോ നമ്മൾ അതിനെ കൊണ്ട് സെറ്റിലാക്കും. ഓക്കെ, ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓയിസ്റ്റേഴ്സിനെ കളക്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് പ്രിപ്പറേഷൻ ഓഫ് ഗ്രാഫ്റ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാൻറ്റിൽ എപ്പിത്തീലിയം ഏതെങ്കിലും ഒരു ഡോണർ ഓയിസ്റ്ററിന്റെ ഒരു മാൻറ്റിൽ എപ്പിത്തീലിയം ചെറിയൊരു പീസ് എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ടിഷ്യൂ ആണ് നമ്മൾ ആരിലേക്ക് പ്ലേസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹോസ്റ്റ് ഓയിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഓയിസ്റ്ററിനെ കളക്ട് ചെയ്തു, എന്നിട്ട് അതിനകത്ത് നല്ലൊരു ഡോണർ ഓയിസ്റ്ററിനെ തിരഞ്ഞെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കണം. ഡിസീസ് വന്നതോ അങ്ങനത്തെ ഉള്ളൊരു ഒന്നും എടുക്കാൻ പാടില്ല. അവിടെ നിന്ന് ഒരു മാൻറ്റിൽ എപ്പിത്തീലിയം, അതിൻ്റെ ഒരു ഡോണറായിട്ടുള്ള ഓയിസ്റ്ററിൽ നിന്ന് ഒരു ചെറിയ മാൻറ്റിൽ എപ്പിത്തീലിയം, സ്ക്വയർ പീസാണ്, ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനെ നമ്മൾ ഗ്രാഫ്റ്റ് ടിഷ്യൂ എന്ന് വിളിക്കും. ഈ ടിഷ്യൂവിനെ നമ്മൾ ന്യൂക്ലിയസ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് ഒരു പേൾ സാക്കായിട്ട് മാറ്റും. ഓക്കെ, ഇനി പ്രിപ്പറേഷൻ, മൂന്നാമത്തെ സ്റ്റേജാണ് പ്രിപ്പറേഷൻ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയും. അതായത് ഫോറിൻ ആയിട്ടുള്ള ഇറിറ്റൻറ്റ്, അതാണ് ഇവിടെ ന്യൂക്ലിയസ് ആയിട്ടിരിക്കുന്ന ഫോറിൻ ഇറിറ്റൻറ്റിനെ ഓയിസ്റ്ററിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, യൂഷ്വലി ഒരു ബീഡ് സൈസ്, ചെറിയ സൈസിലുള്ള സാധനത്തെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഐഡിയൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ മൊളിസ്കൻ ഷെൽസിൽ നിന്ന് എടുക്കുന്ന നക്രീഷ്യസ് ലെയർ ഇല്ലേ, അതാണ് ഏറ്റവും ഐഡിയലായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ന്യൂക്ലിയസ് മെയിൻലി. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ന്യൂക്ലിയസ് ആണ്. നാലാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ സെലക്ഷൻ ഓഫ് ദ ഹോസ്റ്റ് ഓയിസ്റ്റർ. ഏത് ഓയിസ്റ്ററിനകത്താണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്, ഏത് ഓയിസ്റ്ററിനാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിനെ സെലക്ട് ചെയ്യുക. ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ വീക്കോ ഇഞ്ചുറീസോ അണ്ടർസൈസ്ഡ് ആയിട്ടുള്ള ഓയിസ്റ്റേഴ്സിനൊന്നും എടുക്കരുത്. കാരണം അതിൽ എല്ലാം ആ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് നല്ല പേൾസ്, നല്ല വില കൂടിയ വാല്യുബിൾ ആയിട്ടുള്ള കളേർഡ് ആയിട്ടുള്ള പേൾസിനെ കിട്ടണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഡിസീസ് ഒന്നും ഇല്ലാത്ത, ഇഞ്ചുറീസ് ഇല്ലാത്ത, വീക്ക് ഇല്ലാത്ത ഓയിസ്റ്റേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രോസസ്സാണ് നമ്മുടെ സെലക്ഷൻ ഓഫ് ഹോസ്റ്റ് ഓയിസ്റ്റർ. മോഡറേറ്റ് സൈസുള്ള ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അടുത്തത് ഇംപ്ലാന്റേഷൻ മെത്തേഡ്. ഇനി അടുത്ത മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇംപ്ലാന്റേഷൻ മെത്തേഡ്. 3 രീതിയിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ന്യൂക്ലിയസ് എടുത്തു, ഇതിനെ നമുക്ക് ഇനി ഇംപ്ലാന്റ് ചെയ്താലല്ലേ പേൾസ് ഉണ്ടായി വരത്തുള്ളൂ. അപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡാണ് മാൻറ്റിൽ ക്യാവിറ്റി ഇൻസേർഷൻ. ഒരു സിമ്പിൾ മെത്തേഡാണ് മാൻറ്റിൽ ക്യാവിറ്റി ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൻറ്റിലിനും ഷെല്ലിനും ഇടയ്ക്കുള്ള ഭാഗത്തേക്ക് നമ്മൾ ന്യൂക്ലിയസിനെ ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് മാൻറ്റിൽ ക്യാവിറ്റി ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഈ മാൻറ്റിൽ സെക്രീറ്റ് ചെയ്തിട്ട് ഒരു നക്രീഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഈ ന്യൂക്ലിയസിനെ കവർ ചെയ്യുന്നു. അങ്ങനെ കാലാതീതമായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് പേൾസ് എടുക്കാൻ പറ്റും. ഷെൽസിനുള്ളിൽ നിന്ന് പേൾ എടുക്കാനായിട്ട് പറ്റും. അതാണ് മാൻറ്റിൽ ക്യാവിറ്റി ഇൻസേർഷൻ, ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാൻറ്റിൽ ടിഷ്യൂ ഫോർമേഷൻ. ഈ മാൻറ്റിൽ ക്യാവിറ്റി ഫോർമേഷനാണ് മപ്പേ പേൾസ് അല്ല, ചെറിയ ഹാഫ് പേൾസുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ മാൻറ്റിൽ ക്യാവിറ്റി ഇൻസേർഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് മാൻറ്റിൽ ടിഷ്യൂ ഇൻസേർഷൻ. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഷെൽ വാൾസിനെ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ മാൻറ്റിലിൻ്റെ അവിടെ ചെറിയൊരു ഹോൾ ഇടും, ചെറിയൊരു ഇൻസിഷൻ പോലെ ഒരു ഹോൾ ഇട്ടേക്ക് അവിടേക്കാണ് നമ്മുടെ ന്യൂക്ലിയസിനെ പ്ലേസ് ചെയ്യുന്നത്. ടൈനി ബാഗ്സ് പോലെയുള്ള നമ്മുടെ മാൻറ്റിബിൾ എപ്പിത്തീലിയത്തെ അവിടേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻസേർഷന് ശേഷം നമ്മളൊരു ഒരു കോട്ടൺ ത്രെഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ മൗത്ത് ഓപ്പൺ ആക്കി ആ മൗത്തിനെ ടെമ്പറലി നമ്മളൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസേർഷന് ശേഷം ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടിയാണ് ത്രെഡ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ആ ത്രെഡ് നമ്മൾ റിമൂവ് ആക്കി കളയുന്നുണ്ട്. അതിന് ശേഷം ചെറിയൊരു ആൻറ്റിസെപ്സിക് അവിടെ കൊടുക്കണം. കാരണം പുറത്തുനിന്ന് നമ്മൾ
ഹാൻഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മൈക്രോബിയൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആൻറ്റിസെപ്റ്റിക്സ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ മെത്തേഡാണ്. കൂടുതലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മാൻഡിൽ ക്യാവിറ്റിയെക്കാളും കുറച്ചുകൂടെ നല്ല പേൾസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മെത്തേഡാണ് മാൻഡിൽ ടിഷ്യൂ ഇൻസർഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായാലും ടിഷ്യൂസിൻ്റെ അവിടെ നമ്മളൊരു മാർക്ക് അല്ലെങ്കിൽ ഒരു വെഡ്ജസ് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു സ്കാർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു അവിടെയൊക്കെ നമ്മുടെ ന്യൂക്ലിയസിനെ ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡ്. അടുത്തൊരു മെത്തേഡാണ് ഗൊണാഡിയൽ ഇൻസേർഷൻ. ഇന്ത്യയിൽ കൂടുതലും ഗൊണാഡിയൽ ഇൻസേർഷനാണ് ചെയ്യുന്നത്. സിമ്പിളാണ്, മറ്റേ മാൻഡിൽ ടിഷ്യൂ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൊണാഡില്ലേ, ഗൊണാഡ്സിലാണ് നമ്മളൊരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ന്യൂക്ലിയസിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോപ്പർലി കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പേൾസിനെ കിട്ടാൻ ഇത് സഹായിക്കും. ഗൊണാഡിയൽ പേൾസ് സഹായിക്കും. മാൻഡിൽ ടിഷ്യൂസിന് ഇൻസേർട്ട് ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒരു 30 മിനിറ്റിനുള്ളിൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇംപ്ലിമെൻറ്റ് മെത്തേഡ് നമ്മൾ ചെയ്യണമെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിരിക്കണം നമ്മൾ എന്തായാലും. കാരണം ജീവി മരിച്ചു പോകാൻ പാടില്ല, കില്ല് ചെയ്യാൻ പാടില്ല. ജീവിക്ക് ഒരാപത്തും വരാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ. തിരിച്ച് അവരെ നമ്മൾ പ്ലേസ് ചെയ്യാനുള്ളതാണ്. പുതിയ ജനറേഷൻ അവരിൽ നിന്ന് പേൾസ് നമുക്ക് ഉണ്ടായി വരാനുള്ളത്. അതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ ഓപ്പൺ ആക്കുമ്പോഴും ഇപ്പോൾ മാൻഡിൽ ടിഷ്യൂസിൻ്റെ കേസിനൊക്കെ ഇതിനെ ഓപ്പൺ ആക്കുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. മറ്റൊരു ഓർഗൻസിനും ബാധിക്കാൻ പാടില്ല. പ്രോപ്പറായിട്ട് ഇൻസിഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാവാനും പാടില്ല, അവർ ഡെത്ത് ആവാൻ പാടില്ല. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് മാൻഡിൽ ക്യാവിറ്റി ഇൻസേർഷൻ ടെക്നിക്ക്. ഇങ്ങനെയാണ് ക്യാവിറ്റിയുടെ അവിടെ, അതായത് ഷെൽസിൻ്റെ ആ ക്യാവിറ്റിയുടെ ഇടയ്ക്ക് നമ്മൾ ന്യൂക്ലിയസിനെ ഇംപ്ലാന്റ് ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ പേൾസ് ഉണ്ടാകുന്നത്. ഒരു ഹാഫ് പേൾസ് ആണ് ഉണ്ടാകുന്നത് കേട്ടോ, ഹാഫ് പേൾസുകളാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതാണ് മാൻഡിൽ ടിഷ്യൂ ഇൻസേർഷൻ ആണിത്. അതായത് ഇൻസേർഷൻ ടിഷ്യൂനുള്ളിൽ ഒരു ഇൻസേർഷൻ വെക്കുന്നു, ന്യൂക്ലിയസിനെ അവിടെ വെക്കുന്നു. അതൊരു റൗണ്ടഡ് പേൾസ് ആക്കി കിട്ടാൻ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള പേൾസ് കിട്ടാൻ അത് നമ്മളെ സഹായിക്കും. ഇനി റെയറിങ്, ഓപ്പറേറ്റ് ആയിട്ടുള്ള ഓയിസ്റ്റേഴ്സിൻ്റെ റെയറിങ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്തു വെച്ച് അതിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കേജസിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓയിസ്റ്റേഴ്സിനെ എടുക്കുന്നു, ഇംപ്ലാന്റ് ചെയ്ത ഓയിസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കേജിലേക്ക് മാറ്റുന്നു. സീസിലോ എവിടെയാണെന്ന് വെച്ചാൽ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി അതിനെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഇപ്പോൾ പ്രെഡേറ്റേഴ്സ് വരാൻ പാടില്ല, ഫൗളിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒന്നും വരാൻ പാടില്ല. അങ്ങനത്തെ ഉള്ള ഏരിയയിലാണ് നമ്മൾ കൊണ്ടതിനെ പ്ലേസ് ചെയ്യണം, റെയർ ചെയ്യാനായിട്ട് വരുന്നത്. പീരിയഡിക്കലി അത് ക്ലീൻ ചെയ്യണം, പ്രോപ്പർലി അതിനെ മോണിറ്റർ ചെയ്യണം. കൊണ്ടുവച്ചാൽ പോരാ, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പ്രോപ്പറായിട്ട് അതിനെ ആ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യണം. നമുക്കതിന് വെയിറ്റ് ചെയ്യാം. ഒരു കുറച്ച് വർഷങ്ങളെടുക്കും, ഒരു 5-6 വർഷങ്ങളെടുക്കും നല്ല ഒരു പേൾസിനെ നമ്മൾ കൾച്ചർ എടുക്കാനായിട്ട്. ഇപ്പോൾ റെയറിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് ഹാർവെസ്റ്റിംഗ് ആണ്. 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമ്മൾ ഹാർവെസ്റ്റിംഗ് നടക്കുന്നത്. മാക്സിമം സൈസ് എത്തുന്നത് 5-6 വർഷത്തിനുള്ളതാണ്. ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഓയിസ്റ്റേഴ്സിനെ നമ്മൾ എടുത്ത് കളക്ട് ചെയ്ത് അതിനെ കില്ല് ചെയ്യാം. പേൾസിനെ എടുക്കാൻ നേരം എന്തായാലും നമ്മുടെ ഓയിസ്റ്റേഴ്സിനെ കില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോഫ്റ്റ് ടിഷ്യൂസ് നാച്ചുറലി ഡീകമ്പോസ്ഡ് ആയി പോകുന്നുണ്ട്. ഷെൽസിനെ റിമൂവ് ആക്കിയതിന് ശേഷം അതിനുവേണ്ടി സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്ലേസ് ചെയ്ത് തുറക്കാനായിട്ട് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ചൂടാക്കാറുണ്ട്, ബോയിൽ ചെയ്യാറുണ്ട്. നമ്മളതിനെ കുറച്ച് ഹാർഡായിട്ടുള്ള ഷെൽസ് അല്ലേ, അപ്പം അതിനെ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ മെയിൻലി ചൂടാക്കാറുണ്ട്. ചെറിയൊരു മെറ്റൽ പീസ് അതിൻ്റെ ഇടയ്ക്ക് വെക്കാറുണ്ട്. നമ്മുടെ വാൾസിൻ്റെ ഒക്കെ ഇടയ്ക്ക് വെക്കാറുണ്ട്. പേൾ സെറ്റ് ഏറ്റവും നമ്മുടെ പേൾസ് ഉള്ളത് ആ ക്യാവിറ്റിക്ക് ഉള്ളിലാണല്ലോ, ആ ബോട്ടത്തിൽ നിന്നും അതിനെ ഓപ്പൺ ചെയ്ത് വാൾസിനെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ കീറിയിട്ട് അതിനകത്തുനിന്ന് നമ്മൾ പേൾസ് റിലീസ് ചെയ്തെടുക്കുകയാണ്, കളക്ട് ചെയ്തെടുക്കുകയാണ്, ഗ്രേഡ് ചെയ്തെടുക്കും. ഇപ്പോൾ ബ്ലാക്ക് പേൾസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറവാണ്. അപ്പം നല്ല ഏറ്റവും വൈറ്റിഷ് കളറായിട്ടുള്ള ഭയങ്കര ലെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള പേൾസ് ആണെങ്കിൽ നല്ല വാല്യൂ ഉണ്ട്. ഒരു പേൾസിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പേൾസിന് തന്നെ നല്ലൊരു തുക നമുക്ക് കിട്ടും. അതിൻ്റെ ക്വാളിറ്റി മെയിൻലി ഗ്രേഡ് അനുസരിച്ചാണ് പോകുന്നത്. നല്ല ഗുഡ് ക്വാളിറ്റി എന്നുള്ള വൈറ്റിഷ് കളർ, ആ കളറേഷൻ അനുസരിച്ച്. പിന്നെ റെയർ ആയിട്ടുള്ള കുറേ കളേഴ്സ് ഉണ്ട്. ചില ബ്ലൂ കളേഴ്സൊക്കെ വളരെ റെയറാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കളേഴ്സിന് ആണെങ്കിൽ വാല്യൂ കൂടും, എമൗണ്ട് അതിനനുസരിച്ച് നമുക്ക് കൂടും. ക്ലീൻ ചെയ്തിട്ട് ഗ്രെയിൻ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് നോക്കുമ്പോൾ ലോക്സിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പേൾ ഏതാണെന്ന് അറിയാമോ? അത് ലാ പെർഗിന എന്ന് പറഞ്ഞ പേളാണ്. ലാ പെർഗിന പേൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്പാനിഷ് റോയൽറ്റിയുടെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് അത് പല കൈകൾ മറിഞ്ഞ് 2011 അത് ലേലം ചെയ്യുമ്പോൾ $11.2 മില്യൺ അത് വിറ്റ് പോയത്. കാരണം അത്ര എക്സ്പെൻസീവായിട്ട് പോയൊരു സാധനമാണ്. ഈ ക്ലിയോപാട്ര സിനിമയ്ക്കകത്ത് ക്ലിയോപാട്രയായിട്ട് അഭിനയിച്ച ഒരു നടിയുണ്ട്, എലിസബത്ത് ടെയ്ലറിൻ്റെ കയ്യിലാണ് അവസാനമായിട്ട് ഇത് ഉണ്ടായിരുന്നത്, പേഴ്സണലി ഉണ്ടായിരുന്നത്. പിന്നീട് അത് ലേലത്തിൽ പോവുകയായിരുന്നു. ഈ ക്ലിയോപാട്ര സിനിമയ്ക്കകത്ത് തന്നെ മാർക്ക് ആൻ്റണി ആയിട്ട് അഭിനയിച്ച നടനാണ് ഈ
എലിസബത്ത് ടൈലർക്ക് ഇത് ഗിഫ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് ബർട്ടൺ എന്നാണ്. റിച്ചാർഡ് ബർട്ടൺ ഈ എലിസബത്ത് ടൈലർക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു പേൾ. സ്പാനിഷ് റോയൽറ്റിയുടെ ഭാഗമായിരുന്നു. ഇത് ആദ്യമായിട്ട് 1500 കാലഘട്ടത്തിൽ ഗൾഫ് ഓഫ് പനാമയിൽ നിന്നാണ് ഈ ഒരു പേൾ കണ്ടെടുക്കുന്നത്. അന്നൊരു സ്ലേവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് അന്ന് ഫ്രീഡം കിട്ടുകയും ചെയ്തു ഇത് കണ്ടുപിടിച്ചത് കൊണ്ട്. കാരണം അത്രയും വർഷങ്ങൾ പഴക്കമുണ്ട്. ഹിസ്റ്ററിയുടെയും റോയൽറ്റിയുടെയും ഭാഗമായിരുന്നു ഈ ഒരു പേൾ. ഇപ്പോഴും ഇത് ലേലത്തിൽ പോയിട്ടുണ്ട്. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പേളാണ് ലാ പെർഗിനിയ പേൾ. ഇനി ഗിഗാ പേളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പേളുകളാണ് ഗിഗാ പേളുകൾ. ഇതിന് ഏകദേശം 27.6 കാനഡിയൻ ആയിട്ടുള്ള ഒരാളുടെ കയ്യിലായിരിക്കുന്നത്. 27.65 കിലോ ആണ്. ഇത് നമ്മൾ ജുവലറീസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. ബട്ട് ഇതൊരു മമ്പെ പ്രോപ്പർ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു പേളല്ല. ചെറിയ സ്ലൈറ്റി ഒരു മമ്പെ പേൾ എന്നും പറയാം, ഹാഫ് അല്ല എന്നാൽ ഒരു സ്ലൈറ്റ്ലി വേറെ ഷേപ്സ്, ഓരോ ഓവൽ ഷേപ്സിലായിട്ടുള്ള ഒരു പേളാണ് ഗിഗാ പേൾ. ലോകത്തിലെ ഏറ്റവും ചെറിയ പേളുകളെ നമ്മൾ സീഡ് പേളുകളെന്നാണ് വിളിക്കുന്നത്. ചെറിയ പേളുകളെ നമ്മൾ സീഡ് പേളുകൾ എന്ന് വിളിക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ട് പേൾ കൾച്ചർ കൊണ്ടുവന്നത് CMFRI ആണ്. CMFRIയിൽ തന്നെ പേൾ കൾച്ചർ എക്സ്പെരിമെന്റ് ചെയ്തത് തൂത്തുക്കോറിൽ, തമിഴ്നാട്ടിലെ തൂത്തുക്കോറിലാണ് ആദ്യമായിട്ട് നമ്മൾ പേൾ കൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്. പേൾ കൾച്ചർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് CMFRI, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സഹായിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേൾസിനെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തമിഴ്നാട്, ഗൾഫ് ഓഫ് മന്നാർ, അതുപോലെ തന്നെ പാക് ബേ ഉണ്ട്, ഗൾഫ് ഓഫ് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് ഉണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഉണ്ട്, ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉണ്ട്. ലക്ഷദ്വീപ് ഐലൻഡ്സിലാണ് ഈ കോറൽ ബേസ്ഡ് ആയിട്ടുള്ള പേൾസ് ഇല്ലേ, അതിനെയൊക്കെ കൂടുതലും കാണപ്പെടുന്നത് ലക്ഷദ്വീപ് ഐലൻഡ്സിലാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ് ഇന്ത്യയിലെ നാച്ചുറൽ ഓയിസ്റ്റേഴ്സിനെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു കാറ്റഗറി ഓഫ് ഇതിൽ കൂടുതലും തമിഴ്നാട് റീജിയൻസ്, കേരളത്തിൽ നമ്മൾ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ റീജിയൻസിൽ നിന്നൊക്കെ പേൾ ഓയിസ്റ്റേഴ്സിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് മെയിൻലി നമ്മൾ പേൾസ് എന്താണെന്ന് നോക്കി. പേൾസിൻ്റെ കൾച്ചർ എങ്ങനെയാണ്, പേൾസിൻ്റെ ഒരു അനാട്ടമി എങ്ങനെയാണ്, മമ്പെ പേൾസ് എന്താണ്, കൾച്ചർ എങ്ങനെയാണ്, ഹാർവെസ്റ്റിംഗ് എങ്ങനെയാണ്, ഇംപ്ലാന്റേഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം.